ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു 20,000 mAh ഒരു പവർ ബാങ്കാണ്. അതായത് അദാത്ത എന്ന ഒരു കമ്പനിയുടെ 20,000 mAh ഒരു പവർ ബാങ്കാണ്. ഇത് മാക്സിമം ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 18 വാട്ട്സ് മാക്സിമം ഇത് ഔട്ട്പുട്ട് നമുക്ക് തരുന്ന ഒരു പവർ ബാങ്കാണ്. അതുപോലെ തന്നെ USB ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USB-C to C നമുക്കിതിനകത്ത് ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പം അതുപോലെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പവർ ബാങ്ക് കാണാവുന്നതാണ്. പവർ ബാങ്ക് ഒരു പ്ലാസ്റ്റിക് കേസിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അത് നമ്മളെ പവർ ബാങ്ക് അതുപോലെ തന്നെ ഒരു കേബിളുണ്ട്. ഇതിനുള്ളിലൊരു കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തപ്പം തന്നെ ഇതിപ്പോൾ ഓണായിട്ടുണ്ട്. അറിയാതെ എൻ്റെ കൈ ഒന്ന് കൊണ്ടതാണ്. അറിയാതെ എൻ്റെ കൈ ഒന്ന് കൊണ്ടപ്പോൾ തന്നെ ഇതിപ്പം ഓണായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഓൺ ബട്ടൺ ഇവിടെ ഈ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ഓണാകുന്നതാണ്. ഇതിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ ചാർജിങ് പോർട്ട്, പഴയ ചാർജിങ് പോർട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് USB-C to C ചാർജ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതായത് നമുക്ക് C to C ചാർജ് ചെയ്യാം. നേരത്തെ മിക്കവാറും എല്ലാ പവർ ബാങ്കുകളിലും കണ്ടുവന്നിരുന്നത് USB to C പോർട്ട് എന്ന ഉള്ള ഒരു സംഭവമാണ് നമുക്ക് കഴിവുന്ന് ലഭിച്ചിരുന്നത്. പക്ഷേ ഇതിൽ C to C എന്ന ഒരു പോർട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ USB to C നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതും USB-യുടെ 2 പോർട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 USB പോർട്ടിൽ നിന്നും ആദ്യത്തെ USB പോർട്ടിൽ നമുക്ക് ഒരു 18 വാട്ട്സ് ആണ് മാക്സിമം കപ്പാസിറ്റി നമുക്ക് ഔട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ സെക്കൻഡിൽ നമുക്ക് USB-യിലേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് ഈ താഴെ കാണുന്ന USB ആണ് നമ്മൾ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം 15 വാട്ട്സ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് USB-C to C ഈ ഒരു പോർട്ടാണ് നമ്മൾ USB-C to C എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പോർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ 15 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാനിതൊരു 7 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഫലപ്രദമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ബട്ടൺ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് 46% ആണ് ഉള്ളത്. 46% ആണ് നമുക്ക് ചാർജ് ഉള്ളത്. ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതോറും ഇവിടെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അത് വളരെ നമുക്ക് ആ ഏറ്റവും കുറഞ്ഞ നമുക്ക് നമുക്കൊരു 5% പോലും നമുക്കിത് നമ്മുടെ മൊബൈലുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ആകെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ കുറച്ച് ഹെവിയാണ് എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോരായ്മയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതൊരു ഇത്രയും കാലം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഒരു റിവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ആകെ ഇതിൻ്റെ ഒരു 365 ഗ്രാം ഭാരമുണ്ട് എന്നുള്ള ഒരു മാത്രമാണ്. പക്ഷേ അത്രയും ഭാരമുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഔട്ട്പുട്ടാണ് ഇത് തരുന്നത്. നല്ലൊരു ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് 2 മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാം. മൊബൈൽ ഫോണുകൾ 2 ഡിവൈസുകൾ 2-3 ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യാം ഒരേ സമയം. ഈ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് മറ്റ് ഡിവൈസുകൾ ഇതിൽ കുത്തി ചാർജ് ചെയ്യാൻ പാടില്ല എന്നത് മാത്രമാണ് പറ്റാത്തത്. ബാക്കി നമുക്ക് 3 മൊബൈലുകൾ ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു പ്രോഡക്റ്റ് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കിതിൻ്റെ ആകെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. വേറൊന്നുമല്ല, ഇതിൻ്റെ ആ ഒരു വെയിറ്റ്.
നമുക്ക് മൊബൈലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന് നടന്ന് ചാർജ് ചെയ്യുവാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണത്. അതുമാത്രമാണ് എനിക്ക് ഇതിനകത്തൊരു വലിയൊരു പോരായ്മയായി തോന്നിയത്. ബാക്കി മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് പറയുന്നത്. വളരെ ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്.